നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വിദേശ നയങ്ങളെക്കുറിച്ചാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ വന്ന പുരോഗതികൾ. ആദ്യം നോക്കുന്നത് ഇന്ത്യയും ചൈനയും. 1949 ചൈനീസ് വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ ആദ്യം അംഗീകരിച്ച രാജ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ. പഞ്ചശീല തത്വങ്ങൾ. ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ സൗഹാർദ്ദബന്ധം സ്ഥാപിക്കുവാൻ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ആവിഷ്കരിച്ചതാണ് പഞ്ചശീല തത്വങ്ങൾ. ഇന്ത്യയോടൊപ്പം പഞ്ചശീല തത്വത്തിൽ ഒപ്പുവച്ച രാജ്യം ചൈന. പഞ്ചശീല തത്വത്തിൽ ഒപ്പുവച്ച തീയതി 1954 ഏപ്രിൽ 29. പഞ്ചശീല തത്വത്തിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വത്തിൽ ഒപ്പുവച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൗ ഇൻ ലായ്. 1962 ചൈനീസ് ആക്രമണം. ചൈന ഇന്ത്യയെ ആക്രമിച്ച വർഷം 1962 ഒക്ടോബർ 20. 1959 ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതാണ് ചൈനീസ് വിരോധത്തിന് കാരണമായി തീർന്നത്. ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ മക്മോഹൻ ലൈൻ. ചൈനീസ് ആക്രമണ സമയത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ട വർഷം 1976 ജനതാ ഗവൺമെൻറ്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി അടൽ ബിഹാരി വാജ്പേയി 1979. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം ചൈന സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി 1988. അടുത്തത് ഇന്ത്യയും പാകിസ്ഥാനും. നുഴഞ്ഞുകയറ്റക്കാരെയും സായുധരായ ഗോത്രവർഗക്കാരെയും അയച്ചുകൊണ്ട് പാകിസ്ഥാൻ കാശ്മീരിനെ ആദ്യമായി ആക്രമിച്ച വർഷം 1947 ഒക്ടോബർ. ഇന്ത്യ പാകിസ്ഥാൻ സിന്ധു നദീജല കരാർ ഒപ്പിട്ട വർഷം. ഇന്ത്യ പാകിസ്ഥാൻ സിന്ധു നദീജല കരാർ ഒപ്പിട്ട വർഷം 1960. ഉണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റു, അയൂബ് ഖാൻ. 1960 സിന്ധു നദീജല തർക്കത്തിന് മധ്യസ്ഥ വഹിച്ചതാര്? ലോക ബാങ്ക്. ഇന്ത്യ പാക് യുദ്ധം നടന്ന വർഷങ്ങൾ 1965 സെപ്റ്റംബർ, 1971 ഡിസംബർ 3. 1965 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് സമാധാന കരാർ ഒപ്പുവെച്ച സ്ഥലം താഷ്കെൻഡ്, ഉസ്ബെക്കിസ്ഥാൻ. 1966 താഷ്കെൻഡ് കരാറിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. 1966 ജനുവരി 10. താഷ്കെൻഡ് കരാറിൽ ഒപ്പുവെച്ച പാക് പ്രസിഡന്റ് അയൂബ് ഖാൻ. താഷ്കെൻഡ് കരാറിൽ മധ്യസ്ഥത വഹിച്ച രാജ്യം റഷ്യ. റഷ്യൻ പ്രധാനമന്ത്രി കോസിജിൻ. കിഴക്കൻ പാകിസ്ഥാൻ. 1970 പാകിസ്ഥാനിൽ നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ പാകിസ്ഥാനിലെ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ അവാമി ലീഗ് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചത് പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രതിസന്ധിക്ക് കാരണമായി. ജനവിധി അട്ടിമറിക്കാനായി കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പട്ടാളത്തെ അയച്ച പാക് പ്രസിഡന്റ് യാഹ്യ ഖാൻ. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹത്തെ തുടർന്ന് ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. 1971 ഡിസംബറിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് യുദ്ധത്തിൽ കലാശിച്ചു. US, പാകിസ്ഥാൻ, ചൈന അച്ചുതണ്ട് സഖ്യത്തെ പ്രതിരോധിക്കാനായി ഇന്ത്യ സോവിയറ്റ് യൂണിയൻ 20 വർഷ സമാധാന സൗഹൃദ കരാറിൽ ഒപ്പുവെച്ച വർഷം 1971. 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് നടന്ന സമാധാന കരാർ സിംല കരാർ. 1972 സിംല കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. സിംല കരാറിൽ ഒപ്പിട്ട പാക് പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോ. 1971 ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട രാജ്യം ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൻ്റെ ആദ്യ പ്രധാനമന്ത്രി ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. അടുത്തത് കാർഗിൽ യുദ്ധം. 1999 ഇന്ത്യ പാക് യുദ്ധത്തിന് കാരണം കാർഗിലിലേക്കുള്ള പാകിസ്ഥാൻ്റെ നുഴഞ്ഞുകയറ്റമായിരുന്നു. 1999 ഇന്ത്യ പാക് യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി AB വാജ്പേയി. 1999 ഇന്ത്യ പാക് യുദ്ധസമയത്ത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസ്. ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കിയത് പഞ്ചശീല തത്വങ്ങൾ, 1962 ചൈനീസ് ആക്രമണം, ഇന്ത്യയും പാകിസ്ഥാനും, കിഴക്കൻ പാകിസ്ഥാൻ, കാർഗിൽ യുദ്ധം. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.